Good afternoon, all. Good afternoon. Okay, അപ്പോൾ നമ്മൾ എവിടെ വരെയാണ് നിർത്തിയത്? പ്രസന്റേഷൻ കാണാൻ പറ്റുന്നില്ലേ? പ്രസന്റ് ചെയ്യുന്ന മാറ്റേഴ്സ് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വായിച്ചു നോക്കിയിരുന്നോ? നമ്മുടെ ട്രേഡ് യൂണിയന്റെ റിസൾട്ട്സ് ഫോർ എംപ്ലോയീസ് ജോയിൻസ് ട്രേഡ് യൂണിയൻ ഇതുവരെയല്ലേ എടുത്ത് നിർത്തിയത്? Characteristics of a trade union. Characteristics complete right? വായിച്ചു നോക്കി കാണും അല്ലെ? എന്തായാലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ വായിച്ചിട്ട്? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റീസൺസ് ഫോർ എംപ്ലോയീസ് ടു ജോയിൻ ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു പലതരത്തില് എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഓർഗനൈസേഷനിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ കിട്ടും. സോ ആ ഒരു പവർ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും അല്ലെ? അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാനായിട്ട് പൊതുവെ എംപ്ലോയീസ് തയ്യാറാവുന്നത്. പക്ഷെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ കാരണത്തിൽ എന്തൊക്കെ റീസണിലാണ് ഈ ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണോ ഈ എംപ്ലോയീസ് അല്ലെ തൊഴിലാളികളെല്ലാം ഈ ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ടുള്ള സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. അതായത് ഇറ്റ് ഈസ് എ വെൽ നോൺ ഫാക്ട് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി ഹാസ് എ വെരി ലിറ്റിൽ പവർ ഓഫ് നെഗോഷിയേഷൻ ഇൻ കമ്പാരിസൺ ഓഫ് ടു ഹിസ് എംപ്ലോയേഴ്സ്. ഓക്കെ, തൊഴിലുടമയോട് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ തൊഴിലാളികള് അവരുടെ തീർച്ചയായിട്ടും നമുക്കറിയാം റെസ്പെക്ട് ചെയ്യേണ്ട ഒരു പേഴ്സൺസ് ആണ് തൊഴിലുടമകൾ അല്ലെ? അപ്പൊ അവിടെ നിന്നുകൊണ്ട് അവർക്ക് വിലപേശി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പവർ കുറവായിരിക്കും അല്ലെ? ആൻഡ് ഇഫ് ആൻ എംപ്ലോയി ഈസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഓഫ് ദ ജോബ് വിച്ച് മീൻസ് സാലറി ആൻഡ് വർക്കിംഗ് അവേഴ്സ് ഹി മേ ലീവ് ദ ജോബ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ പറയുമ്പോൾ അവരെന്താണ് ആ ജോലിയിൽ അസംതൃപ്തരാണ് എങ്കിൽ ജോലിയിൽ നിന്ന് വിട്ടുപോകാം എന്നുള്ള ഒരു മൈൻഡിലേക്കായിരിക്കും അവര് കാര്യങ്ങൾ അല്ലെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആണ് ഇവിടെ പറയുന്നത് വിച്ച് മീൻസ് സാലറി ആൻഡ് വർക്കിംഗ് അവേഴ്സ്. ചിലപ്പോൾ വേണമെങ്കിൽ
സാലറിയുടെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും അല്ലെ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്കിംഗ് കണ്ടീഷൻ എന്തെങ്കിലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതല്ല എങ്കിൽ ജോലിയിൽ നിന്ന് വിട്ടു പോകാനായിട്ട് എംപ്ലോയീസ് ശ്രമിക്കുന്നു അല്ലെ. ബട്ട് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ആൻ എംപ്ലോയി ടു സ്വിച്ച് ജോബ് repeatedly due to dissatisfaction with the company. നമുക്ക് നോക്കാം. അതായത് നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ ഒരു ജോലി കഷ്ടപ്പെട്ടായിരിക്കും എല്ലാവരും കിട്ടുന്നുണ്ട്. പക്ഷെ അവര് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ആ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ല. അപ്പോ നമുക്കറിയാം സച്ച് എ സിറ്റുവേഷൻ മേ കോസ് ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് ഇമോഷണൽ പ്രോബ്ലംസ് ഫോർ ആൻ എംപ്ലോയി. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണ് തീർച്ചയായിട്ടും അവിടെ നിന്ന് ജോലി ചെയ്യണമെന്ന ആഗ്രഹവും ഉണ്ടാകും. എന്നാൽ ചിലപ്പോ ഡിസാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് തന്നെയായിരിക്കും അവിടെ ജോലി ചെയ്യാനായിട്ട് അവര് തയ്യാറാകുകയും ചെയ്യുക. കാരണം അവരുടെ ഉദ്ദേശിച്ച രീതിയിലുള്ള സാലറിയോ വർക്കിംഗ് അവേഴ്സോ വർക്കിംഗ് കണ്ടീഷൻസോ അവിടെ അവൈലബിൾ അല്ല. പക്ഷെ മറ്റൊരു ജോലി തേടി പോകുക എന്ന് പറയുന്നത് റിസ്ക് പിടിച്ച കാര്യം കൂടിയാകുമ്പോൾ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും അവര് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. The better option for him is to join a trade union, which can take an appropriate action against the management of the concerned company. അപ്പൊ അങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഒരു ആശയം എന്ന് വെച്ചാൽ ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കാം. പിന്നെ അവരുടെ പ്രോബ്ലംസ് ഒക്കെ അവിടെ ലീഡേഴ്സിനോട് ഷെയർ ചെയ്ത് കമ്പനിയെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും, മാനേജ്മെന്റിനെ അറിയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള മെന്റിലായിരിക്കും അവര് ആ ഒരു ട്രേഡ് യൂണിയനിൽ അംഗത്വം സ്വീകരിക്കാന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Treating or the employer's conditions and that threatening or actually going on a strike is an effective method that may lead the management to agree to the employee's conditions and put consent to it. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഒരു പക്ഷേ പേടി കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഇൻകേസ് യൂണിയനുകളൊക്കെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എംപ്ലോയീസിന് ഒരുപാട് പേർക്കും ഇതിന്റെ ഒരു പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് ഏതെങ്കിലും രീതിയിൽ അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കും. സ്ട്രൈക്കും കാര്യങ്ങളും എന്തെങ്കിലും ഭീഷണികളൊക്കെ മുഴക്കിയിട്ട് അവരുടെ അല്ലെ തൊഴിലുടമയോട് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് അവരുടെ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കുകയാണ് പതിവ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ജോലിയിൽ എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ ആ ജോലിയിൽ നിന്ന് വിട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടെങ്കിലും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ആ ഒരു മൈൻഡോട് കൂടിയിട്ടായിരിക്കും പൊതുവെ എംപ്ലോയീസ് ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ്. ഫസ്റ്റ്ലി നോക്കാം ഇൻക്രീസ് ബാർഗെയിനിങ് പവർ. അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ കുറയുമ്പോൾ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ കൂടി സപ്പോർട്ട്. ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ സ്വാധീനം കൂടി അവിടെ ലഭ്യമാകും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ബാർഗെയിൻ ചെയ്ത് അവരുടെ അവകാശങ്ങൾ സാധിച്ചെടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉറപ്പുവരുത്തുന്നത്. ക്ലിയർ ആണോ? ഓക്കെയാണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ മിനിമൽ ഡിസ്ക്രിമിനേഷൻ. ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബാർഗെയിനിങ് പവർ കൂടുമെന്നുള്ള കാര്യം കണ്ടു. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മിനിമൽ ഡിസ്ക്രിമിനേഷൻ ആണ്. പ്രൊമോഷൻ ഡിസിഷൻസ്, ട്രാൻസ്ഫർ ഡിസിഷൻസ്, സാലറി ഡിറ്റർമിനേഷൻ etc. Such decisions which are entirely depend on the personal perspective, faith, opinion or understanding of the manager. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കമ്പനിയിലൊക്കെ മാനേജർമാർക്ക് ചില ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള പവർ ഉണ്ട് അല്ലെ. ചില തീരുമാനങ്ങളൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ എടുക്കാനുള്ള പവർ ഉണ്ട്. സോ ചിലപ്പോ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നിലനിൽക്കെ അവർക്ക് താല്പര്യമുള്ള എംപ്ലോയീസിനൊക്കെ ചിലപ്പോൾ പ്രൊമോഷനും അല്ലെങ്കിൽ സാലറി കൂട്ടി കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. ചില എംപ്ലോയീസിനോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അടുപ്പം അറ്റാച്ച്മെന്റിന്റെ ബേസിൽ അവര് ചില പ്രൊമോഷനും സാലറിയൊക്കെ കൂട്ടി കൊടുക്കാനുള്ള സാധ്യതകളുണ്ടാവും. മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ പവർ ഉള്ളത് കൊണ്ട് അത്തരം തീരുമാനങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. സാധ്യതയുണ്ടാവും. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുമോ ചില കമ്പനികളിൽ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അപ്പോ നമുക്ക് നോക്കാം. ഹെൻസ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് may
പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഇറ്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം മറ്റു കാര്യങ്ങളെ പോലെ തന്നെ ഇവിടെ സബോർഡിനേറ്റ് എന്ന് പറയുന്ന കീഴുദ്യോഗസ്ഥരും തമ്മിൽ അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ക്രൂഷ്യലായിട്ടല്ലേ ധർമ്മപരമായിട്ടുള്ള ചില റോളുകൾ സ്ഥാപിച്ചെടുക്കാനും സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോ ഇതിങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ അല്ലെ, ചിലരുടെ ധാരണകള്, ചിലരുടെ ഒപ്പീനിയനിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു സാധ്യത, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിനും സബോർഡിനേറ്റിനും ഇടയിലുള്ള ആ ഒരു ബന്ധം, അവിടെയൊക്കെ പല രീതിയിലും അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പവറൊക്കെ സെപ്പറേറ്റ് അല്ലെ സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ ഉണ്ടാവും. ദ ചാൻസ് ഓഫ് partially and the basis may also crop up. Then in such a situation, the role of trade unions becomes a very important as they can force the management to provide the personal policies in order to ensure parity among the workers. അപ്പൊ ഇങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഒക്കെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രത്യേകം ചിലവരോടെങ്കിലും ഒരു മമതയൊക്കെ കാണിച്ച് അത്യാവശ്യം കാര്യങ്ങൾ അല്ലെ ക്രൂഷ്യലായിട്ടുള്ളതുമായിട്ടോട് കൂടി തന്ത്രപരമായിട്ടൊക്കെ അവരോടൊക്കെ വ്യാപരിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ചില എംപ്ലോയീസ് ഒക്കെ ഈ ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കും. കാരണം എന്താണ് ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സ് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി കണ്ടറിഞ്ഞ് അവിടെ കൃത്യമായിട്ട് തന്നെ അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകളാണ് ഇങ്ങനെ വിവേചനം കാണിക്കുന്നവരോടൊപ്പം, അതായത് ആ യൂണിയനിലെ മെമ്പർഷിപ്പ് ഉള്ള എംപ്ലോയീസിനോട് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുള്ള പ്രൊമോഷൻ അനുവദിച്ചില്ലെങ്കിൽ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള സാലറി കിട്ടിയില്ലെങ്കിൽ, വർക്കിംഗ് കണ്ടീഷൻസ് കിട്ടിയില്ലെങ്കിൽ ഒക്കെ അതിനനുസരിച്ചിട്ടുള്ള ബാർഗെയിനിങ് പവർ അത് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവര് മാനേജ്മെന്റിനെയൊക്കെ ബോധ്യപ്പെടുത്തും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? യൂണിയനുകളിലെ നേതാക്കളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു വെല്ലുവിളിയായിട്ട് അല്ലെ ഇവിടെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിരത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള റൈറ്റ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. In such a situation, the role of trade unions become very important as they can force the management force ചെയ്യും to frame the personal policies in order to ensure എന്താണ് parity among the workers അല്ലെങ്കിൽ ആ ഒരു യൂണിയന്റെ പട്ടികയിൽ ഉള്ള വർക്കേഴ്സിനോട് പേഴ്സണൽ ആയിട്ടുള്ള അല്ലെ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ റൈറ്റ്സുകളൊക്കെ നേടിയെടുക്കാനായിട്ട് മാനേജ്മെന്റിനോട് ഫോഴ്സ് ചെയ്യും. Also, the decision related to labors taken by the top management are closely monitored by the labor unions. Okay, നമുക്കറിയാം അവിടെ മാനേജ്മെന്റ് ഒക്കെ അവിടെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അല്ലെ. അവിടെ ലേബർ യൂണിയൻസിന്റെ ഒക്കെ ബുക്കുകളൊക്കെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ നമ്മൾ പാർഷ്യലി നമ്മളുടെ റിലേറ്റീവ്സിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും അല്ലെ സാധ്യതകളുണ്ടോ, അവിടെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോന്നൊക്കെ അവര് ക്ലോസ്ലി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. This can reduce the scope for partiality and biases in the organization. നമുക്കറിയാം ഒരു സ്പെഷ്യൽ പാർഷ്യാലിറ്റി ഒന്ന് കാണിക്കാനായിട്ടുള്ള ഒരു അവസരം ട്രേഡ് യൂണിയൻ ഉള്ളത് കൊണ്ട് അവിടെ സാധ്യമല്ല. ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ളപ്പോൾ അവരുടെ എക്സ്പീരിയൻസ്, അവർക്ക് അർഹതപ്പെട്ട സാലറി, അവർക്ക് അർഹതപ്പെട്ട വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം തന്നെ ഇൻകേസ് നമുക്കറിയാം ലഭ്യമല്ല എങ്കിൽ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകമായിട്ട് മെമ്പർഷിപ്പ് എടുക്കാനായിട്ടുള്ള സാധ്യതയാണ്. മിനിമം ഡിസ്ക്രിമിനേഷൻ, ഒരു പ്രത്യേകമായിട്ടുള്ള വിവേചനം അവിടെ നടപ്പാക്കാനായിട്ട് എന്താണ് ട്രേഡ് യൂണിയനുകൾ അനുവദിക്കില്ല അല്ലെ. അപ്പൊ ഇൻക്രീസ് ബാർഗെയിനിങ് പവർ ആണ് ഫസ്റ്റ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് വന്ന മിനിമം ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഒരു മെയിൻ റീസൺ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം എന്താണ് അവിടെ മിനിമം ഡിസ്ക്രിമിനേഷനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കേസ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സിൽ ഏതെങ്കിലും അല്ലെ, ഇപ്പൊ സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്, ഇൻക്രീസ് എംപവർമെന്റ്, അങ്ങനെ നമുക്ക് റീസൺസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് തന്നിട്ട് തീർച്ചയായിട്ടും ഇത് ട്രേഡ് യൂണിയനിൽ അകത്ത് സ്വീകരിക്കാൻ പറ്റുന്ന റീസൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹെഡിങ്സ് ഒക്കെ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ വയ്ക്കാം. ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ, നെക്സ്റ്റ് വൺ പറയുന്നത് മിനിമം ഡിസ്ക്രിമിനേഷൻ, സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. ഓക്കെ അല്ലേ, മിനിമം ഡിസ്ക്രിമിനേഷൻ. നമുക്ക് നെക്സ്റ്റ് നോക്കാം.
security and other benefits. എന്തിനാണെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി അല്ലെ, ഒരു ജോലിയിൽ സുരക്ഷ അല്ലെങ്കിൽ യുദ്ധത്തിൽ സുരക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഏതൊരു എംപ്ലോയി വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് അല്ലെ. After joining a trade union, employee feel secured, and this is the main factor behind the employees joining the trade union. Okay, trade union അംഗത്തെ സ്വീകരിക്കാനായിട്ട് അവരെ മെയിൻ ആയിട്ടും ഫീൽ ചെയ്യുന്ന അല്ലെ, അവര് ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് security feel ചെയ്യുന്നു എന്നുള്ളതാണ്. The feel protected from several workplace hazards as well as issues related to salary and other benefits. Example, injury, workplace accident, sickness, etc. Okay. നമുക്കറിയാം മതിയായ സാലറി കൃത്യമായിട്ട് ഇപ്പൊ മാസം നമ്മൾ ജോലി ചെയ്തിട്ട് നമുക്ക് സാലറി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുന്നതിന് കാര്യമില്ല അല്ലെ. അപ്പൊ അവിടെ മസ്റ്റും ആ സാലറി കിട്ടുന്നതിന് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ അത് ട്രേഡ് യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെ, എന്തെങ്കിലും അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് കേസുകളൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ രോഗാവസ്ഥകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് ആ ഒരു ബാക്കി സാധ്യതകൾ കൊണ്ട് സംഭവിച്ച കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്താകാം, ട്രേഡ് യൂണിയൻ ഓൾസോ ഫോഴ്സ് മാനേജ്മെന്റ് ടു ഇൻവെസ്റ്റ് ഇൻ എംപ്ലോയി വെൽഫെയർ സർവീസസ് സച്ച് ആസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ഹെൽത്ത് ഇൻഷുറൻസ് എക്സെട്ര. അവർക്ക് മതിയായ ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻ കേസ് ലീവ് അല്ലെ സാലറിയോട് കൂടി ലീവൊക്കെ അനുവദിച്ച് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയുള്ള സാധ്യതകൾ ആ ഒരു വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്ത ആ ടൈമിൽ അവർക്ക് പറ്റിയ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് കഴിയുന്ന ആശ്രിതർക്കൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ നിലവിൽ അവർക്ക് അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള സാലറി അല്ലെങ്കിൽ സാലറിയോടുകൂടിയ ലീവൊക്കെ അനുവദിക്കുന്നതിന് മാത്രമല്ല റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അവിടെ എന്താണ് തൊഴിലുടമയോട് അല്ലെ ട്രേഡ് യൂണിയനുകൾ തന്നെയായിരിക്കും എന്തെങ്കിലുമൊക്കെ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മള് മോസ്റ്റ്ലി ഓർത്ത് പോവുക. ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു എന്താണ് ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ, സെക്കൻഡ് വൺ മിനിമം ഡിസ്ക്രിമിനേഷൻ, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് സാലറി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസോ എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മതിയായ രീതിയിലുള്ള കോമ്പൻസേഷൻ ഒക്കെ കിട്ടുന്നതിന് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ തരപ്പെടുത്തി കിട്ടുന്നതിനും സപ്പോർട്ടീവായിട്ട് നിലകൊള്ളുന്നത് ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാനോ, ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്. എന്താണ് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്? നോക്കാം, ഇൻ കേസ് നമുക്ക് ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്കറിയാം അവിടെ വർക്ക് ചെയ്യുന്നത് എപ്പോഴും തൊഴിലാളികളാണ്, എംപ്ലോയീസ് ആണ് അല്ലെ. തൊഴിലുടമകളാണ് എന്ന പോളിസിയും കാര്യങ്ങളൊക്കെ അല്ലെ നയങ്ങളും എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നത് അവരാണ്. വർക്ക് ചെയ്യുന്നത് മോസ്റ്റ്ലി നമുക്കറിയാം എംപ്ലോയീസ് ആണ്. അപ്പൊ എംപ്ലോയീസിന് അറിയാം ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ അവര് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ കുറെ അവയർനെസ് അവർക്ക് അറിയാം. അപ്പൊ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടേതായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളതെല്ലാം അറിയിക്കണമെന്ന് അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ പക്ഷെ ഇത്തരം ഡിസിഷൻ മേക്കിംഗ് സമയങ്ങളിലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയീസിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തില്ല അല്ലെ. അപ്പൊ ട്രേഡ് യൂണിയനുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും ഇങ്ങനെ ഡിസിഷൻ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എംപ്ലോയീസിന്റെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കും. നോക്കാം, ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്. If the employees join trade unions, they can actively take part in the management of those matters which are related to their well-being and interest. Okay, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എന്താണ്, ചിലപ്പോ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കാനായി തന്നെ അവർക്ക് എംപ്ലോയീസ് മോസ്റ്റ്ലി ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ തൊഴിലുടമയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടാവും, മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടാവും. In this way, they can also impact the decisions which are taken by management through collective bargaining between the management and the trade union. Okay, അപ്പൊ അവിടെ തീർച്ചയായിട്ടും എന്താണ് മാനേജ്മെന്റിന് അവിടെ അല്ലെ എന്തെങ്കിലും ഡിസിഷൻ ഒക്കെ എടുക്കുന്നതിന് തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആയിരിക്കും തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന്റെ കാര്യങ്ങൾ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് കണ്ടറിഞ്ഞ് യൂണിയൻ ആയിരിക്കും
അവിടെ മാനേജ്മെന്റ് ആയിട്ട് അല്ലെ അവിടെ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്താനായിട്ട് തയ്യാറാവുന്നത്. തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണെന്ന് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുന്നതിന് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് യൂണിയനായിരിക്കും. അതുകൊണ്ടാണ് ഇൻക്രീസ് ഇൻവോൾവ് ഇതെന്ന് പറയുന്നത്. അവര് പങ്കാളിത്തം നേടാനായിട്ട് ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജുകളൊക്കെ തീരുമാനിക്കുമ്പോൾ അവിടെ അവരുടെ ഒരു താല്പര്യം എന്താണെന്ന്, എംപ്ലോയീസിന്റെ താല്പര്യം എന്താണെന്നുള്ളത് പങ്കുവയ്ക്കാനായിട്ട് ആർഗ്യം ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയനാണ് മുൻകൈ എടുക്കുന്നത്. സോ ആ ഒരു കണ്ടീഷനിൽ ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് എംപ്ലോയീസ് തയ്യാറാവുക എന്നുള്ളതാണ്. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റിലേക്ക് നോക്കാം. ഓക്കെ അല്ലേ? തേർഡും ഫോർത്തും ഓക്കെ അല്ലേ? ക്ലിയറാണോ? വീണ്ടും പറയേണ്ടതുണ്ടോ? ഏത് പേപ്പർ ആയാലും കൊണ്ട് പോരടിച്ചു തുടങ്ങി കാണും. നമുക്ക് ചെറുതായിട്ട് അല്ലെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മെസ്സേജുകളൊക്കെ അയച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ. ഇൻ കേസ് ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ നോക്കാം. പ്രഷർ ആൻഡ് അതർ റെസ്പെക്ട്. ഇൻ കേസ് കുറെ ട്രേഡ് യൂണിയൻ 2-3 ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ 1-2 ട്രേഡ് യൂണിയനുകളൊക്കെ അവിടെ സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാനായിരിക്കില്ലേ നമുക്ക് താല്പര്യം? ആയിരിക്കുമോ? നമ്മളൊരു കമ്പനിയിൽ ജീവനക്കാരായിട്ട് വരികയാണെങ്കിൽ 2-3 ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ 1-2 ട്രേഡ് യൂണിയനുകൾ അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ആക്റ്റീവായിട്ട് ആരാണ് പെർഫോം ചെയ്യുന്നത്, ഏത് ലീഡറൊക്കെയാണ് നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെ, അതിൽ മെമ്പർഷിപ്പ് എടുക്കാനായിരിക്കോ താല്പര്യം? ആയിരിക്കോ? അങ്ങനെ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല. ഇങ്ങനെ സാധ്യതയുണ്ടോ? ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ പോയേക്കണമെന്ന് അറിയാനാണ്. ഓക്കെ, സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ സാധ്യതകൾ വരാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടാവും? നമ്മുടെ മൈൻഡിലേക്ക് ആ വ്യക്തികൾ ലീഡർഷിപ്പ് നന്നായിട്ട് ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ട് ആ കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് അല്ലെ. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് എത്തുന്നതും അതൊക്കെ തന്നെയാണ്. പ്രഷർ ആൻഡ് ആഡഡ് റെസ്പെക്ട്. Many employees join trade unions due to only reason that many of their colleges are members of it. കുറെ പേരൊക്കെ കുറെ എംപ്ലോയീസ് ഒക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ കാരണം കുറെ അവരുടെ സഹപ്രവർത്തകരൊക്കെ ഇന്ന ട്രേഡ് യൂണിയനിലാണ് മെമ്പർഷിപ്പ് എടുത്തേക്കുന്നത്, ആ ഒരു കാരണത്താൽ എടുക്കുന്നു. Sometimes an employee join under peer pressure and if he does not do so, he finds it difficult to do his routine work. ചിലരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നത് ഇൻ കേസ് മെമ്പർഷിപ്പ് ഒന്നും എടുത്തില്ല എങ്കിൽ അവരുടെ ദൈനംദിന തൊഴിൽ നന്നായിട്ട് നിർവഹിക്കാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ ഒരു കാര്യം ഓർത്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നു. Then the workers or employees who are already the members of the trade union are given great respect by their colleges. ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല ലക്ഷ്യത്തോടു കൂടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ആ ഒരു യൂണിയൻ ലീഡറിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നവരുണ്ട്. Another factor which cultivates the sense of belongings among union members is that they can discuss their grievances with the leaders of the trade union. ഓക്കെ, എന്തെങ്കിലും പരാതികൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി തരാൻ ലീഡേഴ്സിന് കഴിയുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു ഉറപ്പിന്റെ ബേസിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പല എംപ്ലോയീസും തയ്യാറാവും അല്ലെ. നമുക്കറിയാം ഒരു കമ്പനിയിലൊക്കെ ചെല്ലുമ്പോൾ ഇതായിട്ട് ചെന്നാലും എല്ലാവരും പല യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കും. ഇപ്പൊ സഹപ്രവർത്തകരൊക്കെ ഏതൊക്കെ ഇതിലാണോ മെമ്പർഷിപ്പ് എടുത്തത് അതനുസരിച്ചിട്ടൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യപ്പെടും. ചിലര് നല്ല ആക്റ്റീവായിട്ട് ലീഡർഷിപ്പോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തയ്യാറാവും. എന്തൊക്കെയായാലും തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഒരു സപ്പോർട്ടീവായിട്ട് നിലകൊള്ളുന്ന യൂണിയനിൽ അതില് മെമ്പർഷിപ്പ് എടുക്കാനായിരിക്കും ഏതൊരു എംപ്ലോയിയും തയ്യാറാവും അല്ലെ. പീർ പ്രഷർ ആൻഡ് അതർ റെസ്പെക്ട് ആ ഒരു ബേസിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് എംപ്ലോയീസ് തയ്യാറാവും. ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് മെമ്പർഷിപ്പ് എടുത്താൽ എന്താ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാർഗെയിനിങ് പവർ കൂടുന്നു,
നമുക്ക് വിവേചനത്വം അല്ലെ ഒരു വേർതിരിവ് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ സപ്പോർട്ടീവായിട്ട് നിലകൊള്ളുന്നു. സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ് നമ്മുടെ ഇൻകത്തിനാണെങ്കിലും ഇൻ കേസ് ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിലും അവിടെ ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ അല്ലെ അത് അവൈലബിൾ ആകാൻ പറ്റുന്നു. ദെൻ ഇൻവോൾവ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ദെൻ peer pressure and harder respect. Then sixth point, employee can express themselves. Okay. അപ്പൊ സാമൂഹികമായിട്ടൊക്കെ അല്ലെ സമ്മർദ്ദത്തിന്റെ ബേസിലൊക്കെ എംപ്ലോയീസ് എടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു. ഞാൻ അതേമാതിരി തന്നെ സ്വയം അല്ലെ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം അതും ചില എംപ്ലോയീസ് ആഗ്രഹം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്ത എംപ്ലോയീസ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാൻ എന്നതും നമുക്കറിയാം. ഈ യൂണിയനുകളൊക്കെ ഉണ്ടെങ്കിലാണ് അവരൊരു ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത്. To get a proper chance or opportunity for expressing oneself remains the topmost wish of many people. ഓക്കെ, നമുക്കറിയാം ഒരു അവസരങ്ങൾ എപ്പോഴും അവസരങ്ങൾ ആവശ്യമാണ് അല്ലെ. ജനങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ പ്രകടമാക്കണമെങ്കിൽ നല്ലൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ ആവശ്യമാണ്. ഇൻ കേസ് കമ്പനിയിലാണെങ്കിലും എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള അല്ലെ കഴിവും കാര്യങ്ങളൊക്കെ പ്രകടമാക്കണമെങ്കിൽ അവസരങ്ങൾ ആവശ്യമാണ്. അവരെ പേഴ്സൺസ് വിഷസ് ടു ഷെയർ വിത്ത് ഫീലിംഗ്സ്, ഒപ്പീനിയൻസ്, തോട്ട്സ് ആൻഡ് ഐഡിയാസ് വിത്ത് അതേഴ്സ്. ഓക്കെ, നമുക്കറിയാം ഓർഗനൈസേഷനിൽ തന്നെ അല്ലെങ്കിൽ കമ്പനിയിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും അല്ലെ. എന്തെങ്കിലും സെമിനാറോ അല്ലെങ്കിൽ കോൺഫറൻസോ അല്ലെങ്കിൽ മീറ്റിംഗ്സ് അല്ലെ ഇതെല്ലാം എന്തും ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് യൂണിയന്റെ ഇനിഷ്യേറ്റീവിന്റെ ആയിരിക്കും എന്തും ക്ലബും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന്റേതായിട്ടുള്ള ഫീലിംഗ്സും ഒപ്പീനിയൻസും ചിന്താഗതികളും ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ലഭ്യമാകുന്നത്. The same way they want the management it also listen to them. ഓക്കെ, ഇത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്ക് ചില അല്ലെ നല്ല നല്ല കഴിവുകളൊക്കെ ഉള്ളവരുണ്ടാവും. ദിസ് ഈസ് ഓൺലി പോസിബിൾ ബൈ യൂസിങ് ട്രേഡ് യൂണിയൻ ആസ് ദ പ്ലാറ്റ്ഫോം. അപ്പൊ ആരാണ് അത് ഒരുക്കി തരുന്നത്? ഓൺലി പോസിബിൾ ബൈ യൂസിങ് ട്രേഡ് യൂണിയൻ ആണ് ആ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. Trade union not only helps the employees to discuss their ideas, issues, grievances and opinions, but also communicates them to the management. അല്ലെ, അവിടെ എന്താണ് ഒരിക്കലും എംപ്ലോയീസുമായിട്ട് ഡിസ്കസ് ചെയ്യുക മാത്രമല്ല അവരുടെ ആശയങ്ങൾ എന്താണ്, അഭിപ്രായങ്ങൾ എന്താണ്, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എന്താണ് എംപ്ലോയീസുമായിട്ട് ഡിസ്കസ് പരസ്പരം ചർച്ച നടത്തുക മാത്രമല്ല ചെയ്യുന്നത്, മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആശയവിനിമയം നടത്താനായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ട്രേഡ് യൂണിയനുകളാണ്. Active voice or opinion of the employees is heard and given to attention by the management during policy decisions. ഓക്കെ, നമുക്കറിയാം ഈ ഇപ്പോ ഒരു സംവാദമൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ചിലപ്പോ ഓർഗനൈസേഷനിൽ തന്നെ ചിലതൊക്കെ ചാലഞ്ച് നിറഞ്ഞ വെല്ലുവിളികൾ നിറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ വാദപ്രതിവാദങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കും. അപ്പൊ എംപ്ലോയീസിന്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു അല്ലെ നിശ്ചിതമായിട്ടുള്ള ടൈമുകളിലൊക്കെ അവര് അവതരിപ്പിക്കുന്നു. അതിൽ നമുക്കറിയാം ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പബ്ലിക്കിൽ നിന്നും അല്ലെങ്കിൽ തൊഴിലുടമയും മാനേജ്മെന്റും തൊഴിലാളികളും എല്ലാവരെയും ഒന്നിച്ചൊക്കെ ഇരുന്നിട്ടാണ് ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ പരസ്പരം അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവെക്കാനായിട്ട് അവസാനം നമുക്കറിയാം ഒരു അഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഒരു പോളിസി നയങ്ങളൊക്കെ രൂപീകരിക്കാനും അതുകൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ആശയങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അതാണ് അവിടെ തീർച്ചയായിട്ടും ഈ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ യൂണിയൻ ഒരുക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് യൂണിയനുകൾ ഒരുക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ബെറ്റർ എംപ്ലോയർ റിലേഷൻസ്. ട്രേഡ് യൂണിയൻ നമുക്കറിയാം, ട്രേഡ് യൂണിയനുമായിട്ട് കുറച്ച് പ്രോബ്ലംസുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ അറിയാം അല്ലെ ട്രേഡ് യൂണിയൻ കൊണ്ട് കുറെ ഗുണങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ്, അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നതാണ് ഇവിടെ വിവരിച്ച് പറയുന്നത്. ഓക്കെ,
അതില് 7th പോയിന്റ് ലാസ്റ്റ് വൺ നോക്കിയാൽ ബെറ്റർ എംപ്ലോയർ റിലേഷൻസ്, നല്ല തൊഴിലുടമ ബന്ധം അത് വളർത്തിയെടുക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോം വരുത്തുന്നു അല്ലെ. Employees want to join the trade unions because they feel that these unions can fulfill essential needs and can maintain proper relationship between them and management. Okay, നമുക്കറിയാം എംപ്ലോയീസിന് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് തൊഴിലുടമയെ അറിയിക്കാനായിട്ട് അല്ലെ ഒരു മീഡിയേറ്റർ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് ട്രേഡ് യൂണിയനാണ്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ അവരൊക്കെ നല്ല ബെറ്റർ രീതിയിൽ അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാറോ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണിലൊക്കെ നല്ലൊരു അല്ലെ നല്ല രീതിയിൽ അത് ആഘോഷിക്കാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനായിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത് ട്രേഡ് യൂണിയൻ ആണ്. സോ ട്രേഡ് യൂണിയൻ ഓൾസോ ഹെൽപ്പ് ഇൻ ദ പീസ്ഫുൾ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയീസ് ടു ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? എന്തെങ്കിലും തർക്കങ്ങൾ വന്നാലും പരസ്പര സമാധാനത്തോടു കൂടിയിട്ട് അത് അല്ലെ സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും. നല്ല ബന്ധമില്ലാതെ ഇരിക്കുമ്പോഴെന്താണ് അവര് അല്ലെ ഒരു യാതൊരു നിലപാടൊന്നും സ്വീകരിക്കില്ല, അല്ലെ ഒറ്റയടിക്ക് തന്നെ ചില ഡിസിഷൻസ് ഒക്കെ എടുത്ത് പ്രത്യേകമായുള്ള രീതിയിലൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും അല്ലെ. അതേസമയം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ പെട്ടെന്ന് ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഏതെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നല്ല ശാന്തമായ സമാധാനമുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നു. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. അതിന് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ ട്രേഡ് യൂണിയൻ. ഒക്കെയാണോ പോയിന്റ്സുകള്? Results for employee to join trade union. Academics ഒക്കെ മസ്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ പോവാം. അവിടെ ഏതെങ്കിലും പോയിന്റ്സ് അല്ലെ അതുമായി ബന്ധപ്പെട്ടൊക്കെ രീതിയിൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഇറക്കി ഇതായിട്ട് കാണാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സുകൾ ഒഴിവാക്കാനായിട്ട് ആരാണ് മുൻകൈ എടുക്കുന്നത്? ട്രേഡ് യൂണിയനുകളാണ് മുൻകൈ എടുക്കുന്നത്. ഏതൊക്കെ ഓർത്ത് വെച്ചിരിക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ട്രേഡ് യൂണിയൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ട്രേഡ് യൂണിയൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, ട്രേഡ് യൂണിയന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി അവിടെ ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുന്നത് അല്ലെ. അപ്പൊ ആ ലക്ഷ്യത്തില് പ്രധാനമായിട്ടും അത് തന്നെയാണ് വരുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് ടു പ്രൊവൈഡ് ഇൻകം സെക്യൂരിറ്റി, വരുമാനത്തിന് ഒരു സുരക്ഷ ഉറപ്പാക്കുന്നു അല്ലെ. Trade union use collective actions for getting their work done, which is generally related to the improvement of the wages of the employees as well as better working conditions. Okay, നമുക്കറിയാം നല്ല വർക്കിംഗ് കണ്ടീഷൻസ് അവിടെ അവൈലബിൾ ആക്കണമെന്ന് എംപ്ലോയീസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അല്ലെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത് മാത്രമല്ല അവരുടെ വേജസ് അതൊക്കെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തല്ലേ. ഇൻ കേസ് സാലറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവര് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് മതിയായ സാലറി ഇല്ല എങ്കിൽ കൂട്ടി കിട്ടണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും ആക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസുകളൊക്കെ അവിടെ എടുക്കുന്നത് ട്രേഡ് യൂണിയനുകളാണ്. മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലുടമയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ടുള്ള സാധ്യതകളൊക്കെ ഒരുക്കി കൊടുക്കുന്നു. Hence, it can be said that trade unions make effort to improve the economic aspect of employees' life. Okay, salary കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? എംപ്ലോയീസിന് സാലറി കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ അവരുടെ എക്കണോമിക് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അല്ലെ, സാമ്പത്തിക നിലപാടുകൾ അല്ലെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കുന്നു. യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ജീവിത നിലവാരം ഉയർത്തി കിട്ടുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. Okay, first one to provide income security. നമുക്കറിയാം ഒറ്റയ്ക്ക് നിന്ന് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ കുറവായിരിക്കുമ്പോഴായിരിക്കും അവര് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെ ഒന്നിച്ച് നിന്ന് ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ചിലപ്പോൾ അങ്ങനെ ഒന്നിച്ച് നിന്ന് ബാർഗെയിൻ ചെയ്യുമ്പോഴൊക്കെ ആ നിലപാടുകളൊക്കെ പ്രാബല്യത്തിൽ വരും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി. ഇൻകം സെക്യൂരിറ്റി മാത്രമല്ല ജോലി സുരക്ഷയും കൂടി അവരുടെ ട്രേഡ് യൂണിയന്റെ സാന്നിധ്യത്തിൽ
ലഭ്യമാകുന്നുണ്ട്. The main objectives of a trade union is to protect the jobs of the employee. തൊഴിലാളികളുടെ ജോലി സുരക്ഷയാണ് മറ്റൊരു മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Trade unions come to help the employees whenever an employee's job is likely to be terminated by the management if no punishments are likely to some discharge of retrenchment or compulsory retirement. ഒരു ജോലി നമുക്കറിയാം, ഒരു കമ്പനിയിൽ നമ്മൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫേമിൽ എവിടെയാണെങ്കിലും ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതകളും വിവിധങ്ങളായ സാധ്യതകളുണ്ട് അല്ലെ. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ പണിഷ്മെന്റോട് കൂടിയിട്ട് വിട്ടയക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ അല്ലെ ആ ഫേം നഷ്ടത്തിൽ വരാണെങ്കിൽ അവരെ പിരിച്ചിടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. റിട്ടയർമെന്റ് സാധ്യതകളുണ്ട്, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അല്ലെ അവിടെ കേസ് സീസണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി നിർത്തിയിട്ട് അല്ലെ കുറച്ച് ആ സമയമാണല്ലോ ജോലി സാധ്യതകൾ വരുന്ന സമയത്ത് മാത്രം അവരെ കമ്പനിയിലേക്ക് ക്ഷണിക്കുകയും ജോലി ഇല്ലാത്ത ടൈമുകളിലേക്ക് പിരിച്ചുവിടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ വ്യത്യസ്ത രീതിയിൽ ജോലി നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Trade unions strongly resist such moves of management in order to protect the employees' job. Okay, അപ്പൊ ഈ ട്രേഡ് യൂണിയനുകൾ എന്താണ് അവരുടെ ആ ഒരു ജോലി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിലപാടുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആയിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. Hence, it can be said that the trade unions are means of protection for employees, which prevent them from irrational and harsh policies and procedures of the management and the company. Okay, നമുക്കറിയാം അവിടെ എന്തെങ്കിലും അല്ലെ ഈ പറഞ്ഞ മാത്രം പിരിച്ചുവിടുക അല്ലെങ്കിൽ അവരെ വേണ്ടാന്ന് വെക്കുക, അവരെ കുറച്ച് നാളത്തേക്ക് പണിഷ്മെന്റ് ആയിട്ട് ഡിസ്മിസ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറച്ച് ഹാർഷായിട്ടുള്ള നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ അതിന്റെ ഇടനിലക്കാരനായിട്ട് അല്ലെ ഇൻ കേസ് നമുക്കറിയാം അവരെയൊക്കെ പിരിച്ചുവിടുമ്പോൾ ചിലപ്പോ ഈ പറഞ്ഞ മാറുന്ന റിട്രെൻച്ച്മെന്റ് അല്ലെങ്കിൽ എന്താണ് കോമ്പൻസേഷൻ ഒക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ചിലപ്പോ കുറച്ച് നാളത്തേക്കൊക്കെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അവരുടെ സീസണലായിട്ടുള്ള ടൈമിലേക്കൊക്കെ വീണ്ടും ക്ഷണിക്കപ്പെടേണ്ട അവരുടെ അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഗ്യാപ്പിലും അവർക്ക് ജീവിച്ചു പോകേണ്ടതുണ്ട് അല്ലെ, അവരുടെ ഉപജീവനത്തിന്റെ മാർഗമാണ്. സോ അങ്ങനെയൊക്കെയുള്ള ടൈമിൽ അവര് ചിലപ്പോൾ വേണമെങ്കിൽ കോമ്പൻസേഷൻ ആ ടൈമിലൊക്കെ എന്തെങ്കിലും ഒരു എമൗണ്ട് അല്ലെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കണം, അവരുടെ മാക്സിമം എമൗണ്ട് ഒക്കെ അവർക്ക് ഉപജീവന മാർഗത്തിന് വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കും. അപ്പൊ ഈ ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലാണ് ഇതിനുള്ള സാധ്യതകളുള്ളൂ അല്ലെ, അവര് ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. സോ എംപ്ലോയിയുടെ ഈ ജോലിയുമായിട്ടുള്ള സുരക്ഷ അത് ഏത് രീതിയിലാണെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആഫ്റ്റർ റിട്ടയർമെന്റ് ഒക്കെ ആണെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷവും അവർക്ക് ഉപജീവന മാർഗം കണ്ടെത്തണം. അപ്പൊ PF പോലെയുള്ള അല്ലെ നമുക്കറിയാം മറ്റു ആനുകൂല്യങ്ങളെല്ലാം ആഫ്റ്റർ ജോലിക്ക് ശേഷം വിരമിച്ചതിന് ശേഷം അവർക്ക് ജീവിച്ചു പോകാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളെല്ലാം അത് ഒരുക്കി വെക്കുന്നത് ആരാണ്? ട്രേഡ് യൂണിയന്റെ സപ്പോർട്ട് കിട്ടിയിട്ടാണ്. അവരാശയ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അവർ ചിലരുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അങ്ങനെ തീരുമാനിച്ചു കൊണ്ടുപോകുന്നത്. സോ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഇൻകം സെക്യൂരിറ്റി, സെക്കൻഡ് വൺ പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി, ജോലി സുരക്ഷ. അല്ലേ ഇൻകം സെക്യൂരിറ്റി എന്നും ജോബ് സെക്യൂരിറ്റി എന്നുള്ളത് അപ്പൊ അത് ഒന്നങ്ങോട്ടെ ചിലപ്പോൾ സിമ്പിൾ ആയിട്ടൊക്കെ ചോദിക്കുള്ളൂ അല്ലെ. ഇൻ കേസ് cash can be so that trade unions make effort to improve the economic aspect of employees life അല്ലെ, അല്ലെങ്കിൽ ആരാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം അല്ലെ. who make efforts to improve the economic aspect of employees life, ആരായിരിക്കും അത് സ്ഥാപിക്കുന്നത്? ട്രേഡ് യൂണിയൻ ആയിരിക്കും അത് ചെയ്യുന്നത് അല്ലെ. അവരുടെ ജോലി അല്ലെങ്കിൽ വരുമാന സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോളിസി നയങ്ങളൊക്കെ ആയിരിക്കാം. അതെല്ലാം ഉറപ്പാക്കുന്നത് ട്രേഡ് യൂണിയന്റെ അല്ലെ അതിന്റെ അവരുടെ ഊർജ്ജത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള നടപടികൾ കൊണ്ടായിരിക്കും അവർ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി അവര് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകാര്യമാക്കുന്നത്. സോ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫസ്റ്റ് നമ്മൾ കണ്ടു എന്താണ് ടു പ്രൊവൈഡ് ഇൻകം സെക്യൂരിറ്റി, സെക്കൻഡ് വൺ ടു പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി, ജോലി സുരക്ഷ, വരുമാനത്തിന്റെ സുരക്ഷ. ഓക്കെ അല്ലേ? തേർഡ് പോയിന്റിലേക്ക് പോകാം. സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ?
അതിലേക്ക് പോവാം. To preserve and develop physical security. നമുക്കപ്പോ ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ഫിസിക്കൽ സെക്യൂരിറ്റി അല്ലെ. അവിടെ എന്താ ശാരീരികമായിട്ടുള്ള സുരക്ഷയും ഉറപ്പാക്കണമെന്നും അല്ലെ അതിന് നിലകൊള്ളുന്നത് ട്രേഡ് യൂണിയനുകളാണ്. നോക്കാം, ട്രേഡ് യൂണിയൻ ഓൾസോ വർക്ക് ഫോർ ദ അപ്കീപ്പ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ എംപ്ലോയീസ്. ജോലി നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്യുമെന്ന് പറഞ്ഞു. വരുമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ യൂണിയന്റെ സപ്പോർട്ടോടുകൂടി എടുക്കുമെന്ന് പറഞ്ഞു. മറ്റൊരു സുരക്ഷാ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതാണ്. അതിലെ പ്രധാനമായിട്ടും പറയുന്നത് അവരുടെ ആരോഗ്യം അല്ലെ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ എംപ്ലോയി അല്ലെ, എംപ്ലോയിയുടെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ആരോഗ്യത്തിന്റെ സുരക്ഷിതത്വമാണ് ഉറപ്പാക്കുന്നത്. They talk to the management of the company to abide by the provision related to employee safety. എംപ്ലോയിയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ നിയമങ്ങൾ അല്ലെങ്കിൽ നിയമാവശങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണമെന്നുള്ളത് മാനേജ്മെന്റിനെ അറിയിക്കുന്നതും ട്രേഡ് യൂണിയനുകളാണ്. They also exert pressure for maintaining an appropriate physical environment at the workplace. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഒരു കമ്പനി ആണെങ്കിലൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ ഹൈ ആയ ഒരു പ്ലേസിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ മൂർച്ചേറിയ അല്ലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. കേസ് നമുക്കറിയാം ഏത് കമ്പനിയാണോ ഏത് ഓർഗനൈസേഷൻ ആണോ ഫേമാണോ എന്താണ് അവിടെയുള്ള അപകടം പിടിച്ച മാറ്റർ, അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. എംപ്ലോയിയുടെ സുരക്ഷ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് അവിടെ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതും ട്രേഡ് യൂണിയൻ ആണ്. തീർച്ചയായിട്ടും എംപ്ലോയിയുടേതായിട്ടുള്ള പ്രോബ്ലംസുകൾ യൂണിയനുകളാണ് ഷെയർ ചെയ്യുന്നത്. യൂണിയനുകളാണ് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി അവർക്ക് ഇന്ന സുരക്ഷകൾ വേണം അല്ലെ, ഇന്നില്ല മതിയായ രീതിയിലുള്ള വെന്റിലേഷൻ വേണം, ഇത്രയും ചൂട് സഹിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല, അതിനനുസരിച്ചുള്ള എയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പല രീതിയിലും അവരുടെ ജോലി സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ജോലിയിൽ വരാൻ സാധ്യതയുള്ള ഹസാർഡ്സുകൾ അപകടങ്ങൾ ഒഴിവാക്കത്തക്കമുള്ള തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നത് ട്രേഡ് യൂണിയന്റെ സാന്നിധ്യത്തിലാണ്. ഓക്കെ, ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ഫിസിക്കൽ സെക്യൂരിറ്റി. അടുത്ത പോയിന്റിലേക്ക് പോകാം. ആണോ? നെക്സ്റ്റ് നോക്കാം, ടു പ്രൊവൈഡ് സോഷ്യൽ സെക്യൂരിറ്റി. എന്താണ് സോഷ്യൽ സെക്യൂരിറ്റിയിൽ പറയുന്നത്? ട്രേഡ് യൂണിയൻസ് ട്രൈ ടു ഹെൽപ്പ് ദ എംപ്ലോയീസ് ഫോർ എ സെക്യൂർ ആൻഡ് പീസ്ഫുൾ ലൈഫ് ആഫ്റ്റർ റിട്ടയർമെന്റ് ബൈ നെഗോഷിയേറ്റിംഗ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി അബൌട്ട് എ പ്രോപ്പർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആൻഡ് അതർ അഡ്വാൻസ്. ഓക്കെ, സോഷ്യൽ സുരക്ഷ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതും ആര് തന്നെയാണ്? എന്താണ് ട്രേഡ് യൂണിയനുകളാണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട്. നമുക്ക് അവിടെ എന്താണ് പറയുന്നത്? സെക്യൂർ ആൻഡ് പീസ്ഫുൾ ലൈഫ് ആഫ്റ്റർ റിട്ടയർമെന്റ്. റിട്ടയർമെന്റിന് ശേഷം അവർക്ക് സമാധാനപൂർവ്വമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാധ്യതകൾ അല്ലെ. അത് നമുക്കറിയാം. ഒരു എന്താണ് എന്തെങ്കിലും ഒരു ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചു നെഗോഷിയേഷൻ അല്ലെ, അവിടെ ഒരു ചർച്ചകൾ മാനേജ്മെന്റ് എംപ്ലോയീസ് ഒക്കെ തമ്മിൽ അല്ലെങ്കിൽ യൂണിയന്റെ നേതാക്കളൊക്കെ തമ്മിലുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചതിന് ശേഷമാണ് ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലും അലവൻസ് കാര്യങ്ങളൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ടോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ട്രേഡ് യൂണിയൻ ഓൾസോ എൻഷുർ ദാറ്റ് ദ മാനേജ്മെന്റ് കോൺട്രിബ്യൂട്ട്സ് ആൻ അപ്രോപ്രിയേറ്റ് ഷെയർ ടു ദ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് ഓൺ എ റെഗുലർ ബേസിസ്. നമുക്കറിയാം PF പോലെയുള്ള ആനുകൂല്യങ്ങളിലൊക്കെ തൊഴിലുടമയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്, തൊഴിലാളികളുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് അല്ലെ. അവരുടെ മാസം മന്ത്ലിയുള്ള ഇൻകത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ടുകൾ PF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്കുമുണ്ട്. അതൊക്കെ കൃത്യമായി അപ്രോപ്രിയേറ്റ് ഷെയർ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് തന്നെയാണോ അവിടെ എംപ്ലോയർ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഉറപ്പുവരുത്തുന്നതും ട്രേഡ് യൂണിയനുകളാണ്. These funds help the employee in protecting their future welfare. തീർച്ചയായിട്ടും PF പോലെയുള്ള ഈ ആനുകൂല്യങ്ങളൊക്കെ എന്താ ഭാവിയിലെ കാര്യങ്ങൾക്ക് ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോ എന്താണ് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നത്. തീർച്ചയായിട്ടും ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷമാണ് എങ്കിലും
അവിടെ ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്നത് ട്രേഡ് യൂണിയനുകളാണ്. ഓക്കെ, നമ്മൾ എല്ലാം എന്താണ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏതൊക്കെ സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞത്? ഞാൻ എത്രയും ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയാം. ഫസ്റ്റ് വൺ എന്താണ്? എന്ത് സെക്യൂരിറ്റിയാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്? ഇൻകം സെക്യൂരിറ്റി. Then second one ജോബ് സെക്യൂരിറ്റി. എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ എന്താ പറയാ കേട്ട് തന്നെ ഇരിക്കേണ്ടവരെ അല്ലെ ബോറായിട്ട്. തേർഡ് വൺ എന്താണ് പറഞ്ഞത്? എന്ത് സെക്യൂരിറ്റിയാ? ഫിസിക്കൽ അല്ലെ, ഫിസിക്കൽ ആയിട്ടുള്ള സെക്യൂരിറ്റി. ഫോർത്ത് വരണോ സോഷ്യൽ സെക്യൂരിറ്റി. അപ്പൊ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഹസാർഡ്സ് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് അല്ലെ അവരുടെ ഇഞ്ചുറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷയാണ്. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാന മാർഗമാണ്. ജോബ് എന്ന് പറഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന സെക്യൂരിറ്റിയാണ്. ദെൻ നമ്മൾ കണ്ട സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആഫ്റ്റർ റിട്ടയർമെന്റ് ടൈമുകളിലൊക്കെ അവർക്ക് ജീവിതത്തിനുള്ള മാർഗം അതിന്റെ സുരക്ഷാ കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റി. ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നോക്കാം. Another important objectives of a trade union is to improve and better the relations of employees and the employer with each other. Okay. നമുക്കറിയാം, നമ്മൾ കണ്ട ഒരു മീഡിയേറ്റർ ആയിട്ട് കൊണ്ട് നല്ല പല പല കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെ, ഇംപ്രൂവ് ആൻഡ് ബെറ്റർ ദ റിലേഷൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ദ എംപ്ലോയർ വിത്ത് ഈച്ച് അതർ അല്ലെ. പരസ്പരം അവർ തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നു. They negotiate a lot on a regular basis with the management of the company and resolve workplace grievances of the employees by using proper means, and thus they are able to create a coordinated relationship between the superior and the subordinate. നമുക്കറിയാം, നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷെ അത് സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് മീഡിയേറ്റർ ആയിട്ട് മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് തന്നെ അവര് മുൻകൈ എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഉദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും തമ്മിലുള്ള കാര്യമാണെങ്കിലും അവിടെ മീഡിയേറ്റർ ആയിട്ട് തന്നെ അവരുടെ പ്രോബ്ലംസുകളെല്ലാം സോൾവ് ചെയ്ത് പോകുന്നു. പ്ലസ് ട്രേഡ് യൂണിയനിസം an effective tool for maintaining emotional security of the employees as it ensure peace and harmony at the workplace successfully. Okay. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രം തന്നെ ട്രേഡ് യൂണിയനെ സംബന്ധിച്ച് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടൂൾ ആണെന്ന് പറയാം. കാരണം അവര് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചപ്പോഴാണ് ഇവരുടെ വൈകാരികമായിട്ടുള്ള കുറെ കാര്യങ്ങൾക്കൊക്കെ നല്ല എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. It ensure peace and harmony at the workplace successfully. അതുകൊണ്ട് തന്നെ വർക്ക് പ്ലേസിലൊക്കെ സമാധാനത്തോടു കൂടിയിട്ട് അല്ലെ ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റി. ഓക്കെ, അപ്പൊ നമ്മള് പല സെക്യൂരിറ്റി പറയുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി കൂടി ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? അതിനെ വായിച്ചു നോക്കാനായിട്ട് സമയം തരാറുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പോയിന്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, വായിച്ചു നോക്കിയോ? ഡോക്ടർ ാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് 6th പോയിന്റിലേക്ക് പോകാം. ടു മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ്. എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം അതിനെ കൊണ്ടുവരാൻ അല്ലെ? നമുക്ക് നോക്കാം. രാഷ്ട്രീയ സമീപനത്തിൽ നോക്കുകയാണെങ്കിൽ the trade unions are associated with the different political parties of the country. ഓക്കെ, നമുക്കറിയാം മിക്കവാറും ട്രേഡ് യൂണിയനുകളൊക്കെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. They do so in order to increase their leverage or bargaining power. So നമുക്കറിയാം ആ പൊളിറ്റിക്കൽ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ബാർഗെയിനിങ് പവർ ചെയ്യാനായിട്ട് അല്ലെ, അവരുടെ വിലപേശി കാര്യങ്ങൾ നടപ്പാക്കാനായിട്ടുള്ള ശക്തി കൂടി കൂടുകയാണ്. Nowadays having connections and relations with the various political parties has become a common feature of the trade union. ഓക്കെ, നമുക്കറിയാം ഈ പലതരത്തിലുള്ള പാർട്ടീസുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവമായിട്ട് മാറി. Sometimes the trade unions seems to be working as a partners and associates of political parties. ഓക്കെ, ചില ട്രേഡ് യൂണിയനുകളൊക്കെ തന്നെ എന്താണ് വർക്കിംഗ് ആസ് എ പാർട്ട്നേഴ്സ് ആൻഡ് അസോസിയേറ്റ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഒരു പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് അവരുടെ പൊളിറ്റിക്കൽ സ്വാധീനത്തിന്റെ ബലത്തിൽ തന്നെ പാർട്ണർഷിപ്പ് എടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സാധാരണയൊക്കെ ഉണ്ട്. It can be said that the political power thus gained by union is used for the benefits of employees and in order to protect their interest. തീർച്ചയായിട്ടും യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകളൊക്കെ സംരക്ഷിച്ചു പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അതായത് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്വാധീനം അവിടെ പ്രയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ടു എൻഷുർ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആൻഡ് എൻക്വയറി. ടു എൻഷുർ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആൻഡ് എൻക്വയറി എന്ന് പറയുമ്പോൾ റെഗുലർ ഇലക്ഷൻസ് ആണ് കണ്ടക്ടഡ് ഇൻ ട്രേഡ് യൂണിയൻസ് ടു എലക്ട് ദെയർ ലീഡേഴ്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ട്രേഡ് യൂണിയന്റെ ലീഡേഴ്സിനെ എങ്ങനെയാ നമ്മൾ എടുക്കുന്നത്, തെരഞ്ഞെടുക്കുന്നത്? അത് റെഗുലർ ആയിട്ട് അല്ലെ, ഓരോ വർഷം കൂടുമ്പോഴൊക്കെ അറിയാം, അല്ലെങ്കിൽ ആ ഒരു കാലാവധി അനുസരിച്ചിട്ട് ഇലക്ഷൻ നടത്തിയിട്ടാണ് ലീഡേഴ്സിനൊക്കെ തെരഞ്ഞെടുക്കുന്നത്. ദിസ് പ്രാക്ടീസ് പ്രൊമോട്ട്സ് ഡെമോക്രാറ്റിക് വാല്യൂസ് among its members. നമുക്കറിയാം ജനാധിപത്യ വാല്യൂവിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. It also gives to power to the lower level employees to take part in the decision making process in an indirect way, that is by choosing their leader. Okay, അപ്പൊ ഇവിടെ നമുക്കറിയാം അവിടെ എന്താണ് മെമ്പേഴ്സിനും കൂടി അല്ലെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം താഴെ ലെവലിലുള്ളവരെയും കൂടി വോട്ട് അല്ലെ, നമുക്കറിയാം ഒരു വോട്ടെടുപ്പ് ഇലക്ഷൻ നടത്തുമ്പോൾ എന്താണ് ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർ മാത്രമാണോ വോട്ടിൽ പങ്കെടുക്കുന്നത്? അല്ല, അവർക്ക് മാത്രം ഫേവറബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമില്ല, കാരണം സബോർഡിനേറ്റ് ഒന്നും വോട്ട് ചെയ്യില്ല അല്ലെ. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വോട്ട് ചെയ്ത് യൂണിയൻ ലീഡേഴ്സിനൊക്കെ തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ലോവർ ലെവലിലുള്ളവർക്ക് പോലും അവിടെ അതിനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ, ഇലക്ഷന് നേരിടാൻ അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ചാൻസുകളുണ്ട്. This exercise ensures that each and every member of the union may become an officer bearer of the union. Okay, നമുക്കറിയാം ഇതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് union may become an officer bearer of the union, that is we can take a part in the collective bargaining process with this employer. ഇവരുടെ മേയോട് അവിടെ ഒരു ബാർഗെയിനിങ് അല്ലെ വിലപേശിയുമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു പവറാണ് യൂണിയനായിട്ട് പ്രവർത്തിക്കുമ്പോഴുണ്ടാവുന്നത്. Thus it can be said that the union always aim at attaining industrial democracy, equity and peace among all the employees and the employees. തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു സമാധാന അന്തരീക്ഷം, നല്ലൊരു ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അല്ലെ, പ്രത്യേകിച്ച് വിഭജനമൊന്നും കൂടാതെ ഒരു ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ അല്ലെ, ഒരേപോലെ കാണാനൊക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇവിടെ ട്രേഡ് യൂണിയൻ നടപ്പാക്കുന്നത്. ാണോ? അത് റെഗുലർ ഇലക്ഷൻ വഴിയാണ് അവരെ തെരഞ്ഞെടുക്കണമെന്നുള്ളൊരു കാര്യം.
അല്ലേ? ജിഡീസ് ഓഫ് ട്രേഡ് യൂണിയൻ ആണ് നമ്മളിപ്പോ കവർ ചെയ്തത്. ഏതെങ്കിലും പോയിന്റ്സ് ചോദിക്കാം. നോട്ടാക്കിയിട്ടുണ്ട്. ഒക്കെയാണ്. നമുക്കൊന്നുമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.